ഇതുപോലെയൊക്കെയുള്ള ആഭാസന്മാരെ പിന്തുണയ്ക്കുന്ന മറ്റ് ആഭാസന്മാരും ചേർന്നാണ് നമ്മുടെ പൊതുസമൂഹം എന്നുള്ളതാണ് ഈ 21-ാം നൂറ്റാണ്ടിൽ നമ്മളെ വ്യാകുലപ്പെടുത്തേണ്ടുന്ന ഒരു പ്രശ്നം. ഈ വിഷവിത്തിനും കുറേ ആരാധകർ നമ്മുടെ നാട്ടിലുണ്ട്. ബോച്ചെ ഒരു താരമാണ് എന്ന് വിചാരിക്കുന്നവർ, ഒരു നല്ല കുട്ടിയാവുന്നു, അല്ലെങ്കിൽ ഈ അശ്ലീല പരാമർശങ്ങൾ ഇനി നടത്തുകയില്ല എന്ന് വിചാരിക്കാൻ പറ്റുകയില്ല. അദ്ദേഹം അങ്ങനെ ചെയ്താൽ പിന്നെ എന്തായിരിക്കും എന്ന് പറയാൻ പറ്റുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ, ഈ താഴമൺ മഠത്തിന് ഒരു അന്തസ്സുണ്ട്, അതുപോലും നശിപ്പിച്ചുകൊണ്ട് ഇതുപോലെ ഒരു ആഭാസനെ പിന്തുണച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലും ടെലിവിഷൻ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുക. പ്രമുഖ സ്വർണ്ണ വ്യാപാരിയും അതിനേക്കാൾ ഉപരി സാമൂഹ്യ മാധ്യമങ്ങളിലൊരു വലിയ കോമാളിയായിട്ട് അഭിനയിക്കുകയും സ്വയം അവതരിക്കുകയും ചെയ്യുന്ന ആളുമായ ബോബി ചെമ്മണ്ണൂർ നമ്മുടെ നാട്ടിലെ ഒരു സിനിമാ താരത്തെക്കുറിച്ച് നടത്തിയ ചില പരാമർശങ്ങളുടെ പേരിൽ, നടത്തിക്കൊണ്ടേയിരുന്ന പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ സ്ത്രീ പരാതി കൊടുക്കുകയും മുഖ്യമന്ത്രി അത് വളരെ ഗൗരവത്തോടെ എടുക്കുകയും ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് മുമ്പ് ഒരിക്കലും കാണിക്കാത്തതിലുള്ള ഒരു ശുഷ്കാന്തിയോടുകൂടി അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരാധകർ വെച്ച പെട്ടെന്ന് തന്നെ ജാമ്യം കിട്ടും എന്നാണ്. പക്ഷേ ആ ജാമ്യം കിട്ടിയില്ല. മജിസ്ട്രേറ്റ് ജാമ്യ ഹർജി തള്ളി, ഹൈക്കോടതിയിൽ കൊടുത്തു. അപ്പോഴും അന്ന് ജാമ്യം കിട്ടിയില്ല. പിന്നീട് വളരെ കർശനമായ ഉപാധികളിട്ട് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. സത്യത്തിൽ ഈ ബോബി ചെമ്മണ്ണൂർ ഒരു വഷളനാണ്, ഒരു ആഭാസനാണ്. അയാളെ ഒരു കാരണവശാലും നമുക്ക് പൊറുപ്പിക്കാൻ പറ്റുകയില്ല. അഭിപ്രായ സ്വാതന്ത്ര്യമല്ല, അഭിപ്രായ ദുസ്വാതന്ത്ര്യമാണ് അദ്ദേഹം പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ വിഷവിത്തിനും കുറേ ആരാധകർ നമ്മുടെ നാട്ടിലുണ്ട്. ബോച്ചെ ഒരു താരമാണ് എന്ന് വിചാരിക്കുന്നവർ, അദ്ദേഹത്തിന് ഓശാന പാടുന്നവർ, അദ്ദേഹത്തിന് ജാമ്യം കിട്ടി എന്നറിയുമ്പോൾ പൂത്തിരി കത്തിക്കുന്നവരും പടക്കം പൊട്ടിക്കുന്നവരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ നാടിൻ്റെ ഒരു സാംസ്കാരിക അധപ്പതനം എന്നല്ലാതെ, മൂല്യച്യുതി എന്നല്ലാതെ വേറൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ സ്വാഭാവികമായിട്ടും വളരെ സന്തുഷ്ടരായി അവർ പല രീതിയിൽ ആഹ്ലാദ പ്രകടനം നടത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, ഇനി ഇയാൾ എന്ത് ചെയ്യും? ഈ നടിക്കെതിരായിട്ട് അല്ലെങ്കിൽ മറ്റ് സ്ത്രീകൾക്കെതിരായിട്ട് ഇതുപോലെയുള്ള പരാമർശങ്ങൾ തുടർന്ന് നടത്തുമോ, അതോ ജാമ്യം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നിശബ്ദത പാലിക്കുമോ എന്നാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. അദ്ദേഹത്തിൻ്റെ സ്വഭാവം അറിയാവുന്നവർക്ക് ഇദ്ദേഹം ഒരു നല്ല കുട്ടിയാവുന്നു, അല്ലെങ്കിൽ ഈ അശ്ലീല പരാമർശങ്ങൾ ഇനി നടത്തുകയില്ല എന്ന് വിചാരിക്കാൻ പറ്റുകയില്ല. അദ്ദേഹം അങ്ങനെ ചെയ്താൽ പിന്നെ എന്തായിരിക്കും എന്ന് പറയാൻ പറ്റുകയില്ല. പക്ഷേ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു വേറൊരു കാര്യമുണ്ട്. ഈ ഹണി റോസ് എന്ന് പറഞ്ഞ സിനിമാ നടി ആയതുകൊണ്ടാണ് ഇതിന് വലിയൊരു പ്രാധാന്യം കിട്ടിയത്. അല്ലെങ്കിൽ ഈ പരാതി പോലീസുകാർ പരിഗണിക്കാൻ പോലും ചെയ്യുമായിരുന്നില്ല, കേസ് എടുക്കുമായിരുന്നില്ല, ഇയാളെ അറസ്റ്റ് ചെയ്യുമായിരുന്നില്ല, അയാളെ ജയിലിൽ പാർപ്പിക്കുമായിരുന്നില്ല. ഇത് ഒരു പ്രിവിലേജറായിട്ടുള്ളൊരു സ്ത്രീയാണ്, സിനിമാ നടിയാണ്. അവർ മുഖ്യമന്ത്രിയെ കണ്ടു പറഞ്ഞു. മുഖ്യമന്ത്രി പേഴ്സണലായിട്ട് അതിലത് താല്പര്യം എടുത്തുകൊണ്ട് മാത്രമാണ് ഇയാളെ ഇന്നിപ്പോൾ നിയമത്തിന് മുമ്പ് കൊണ്ടുവരാൻ കഴിഞ്ഞത്. ഇതിൻ്റെ വിചാരണ എങ്ങനെയായിരിക്കും, ശിക്ഷ എങ്ങനെയാവുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സാധാരണ ഈ കേസുകളൊക്കെ ആത്യന്തികമായിട്ട് തള്ളിപ്പോവുകയാണ് പതിവ്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ആഭാസനായ, അല്ലെങ്കിൽ ആരെക്കുറിച്ചും എന്തും പറയാം എന്ന് സ്വയം വിശ്വസിക്കുന്ന ആ ഒരാൾക്ക് ഇനി ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് അദ്ദേഹം എന്തൊക്കെ തരത്തിലുള്ള കുൽസിത പ്രവൃത്തികൾ ചെയ്യും, എന്തൊക്കെയായിരിക്കും അദ്ദേഹത്തിന് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നടത്തുന്ന കാട്ടിക്കൂട്ടാൻ പോകുന്ന കോപ്രായങ്ങൾ എന്നാണ് നമ്മളിപ്പോൾ വളരെ താല്പര്യപൂർവ്വം കാത്തിരിക്കുന്നത്. ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ കാര്യം നമുക്ക് മനസ്സിലാക്കാം. അയാൾക്ക് പണത്തിൻ്റെ ഹുങ്കാണ്, അല്ലെങ്കിൽ മാനസിക രോഗമാണ്, മനോവികല്പമാണ് എന്നൊക്കെ കരുതി സമാധാനിക്കാം. നമ്മുടെ നാട്ടിൽ എത്രയോ പണക്കാരുണ്ട്, സ്വർണ്ണാഭരണ വ്യാപാരികൾ തന്നെ എത്ര പേരുണ്ട്. അവരാരും തന്നെ പബ്ലിസിറ്റിക്ക് വേണ്ടി ഇതുപോലത്തെ കോപ്രായങ്ങൾ കാണിക്കാറില്ല. അപ്പോൾ അങ്ങനെ കോപ്രായം നടത്തിയിട്ടാണെങ്കിലും, ആളുകളെ, സ്ത്രീകളെ തെറി പറഞ്ഞിട്ടാണെങ്കിലും കച്ചവടം പുഷ്ടിപ്പെടുത്തണം എന്ന താല്പര്യമാണ് ഈ മുതലാളിക്കുണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇദ്ദേഹത്തിന് മനോവികല്പമാണ് എന്നും വിചാരിക്കാം. പക്ഷേ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥ എന്താണ്, അതൊന്നും ആലോചിച്ച് നോക്കൂ. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ താന്ത്രിക കുടുംബാംഗം എന്ന് അവകാശപ്പെടുന്ന നമ്മുടെ രാഹുൽ ഈശ്വറാണ്. രാഹുൽ ഈശ്വർ ഉന്നത വിദ്യാഭ്യാസം നേടിയ ചെറുപ്പക്കാരനാണ്, ബോച്ചെ പോലത്തെ ഒരാളല്ല. അയാൾക്ക് ഇംഗ്ലീഷും മലയാളമൊക്കെ നന്നായിട്ട് സംസാരിക്കാൻ അറിയാം, നിയമത്തിലും അവഗാഹമുണ്ട്. ഈ പെണ്ണുകേസിൽപ്പെട്ട് പുലിവാല് പിടിച്ച കണ്ഠരര് മോഹനരുടെ
ആ സഹോദരിയുടെ മകനാണ്. തന്ത്രി കുടുംബാംഗം എന്ന് പറഞ്ഞുകൂടാ ശരിക്കും. തന്ത്രി കുടുംബക്കാർ മക്കത്തായികളാണ്. ഇദ്ദേഹം മരുമക്കത്തായ വഴിക്ക് മാത്രമേ തന്ത്രി കുടുംബമാവുള്ളൂ. അപ്പോൾ അതെന്തോട്ടെ നമ്മുടെ വിഷയമല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ, ഈ താഴമൺ മഠത്തിന് ഒരു അന്തസ്സുണ്ടല്ലോ, അതുപോലും നശിപ്പിച്ചുകൊണ്ട് ഇതുപോലെ ഒരു ആഭാസനെ പിന്തുണച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലും ടെലിവിഷൻ ചർച്ചകളിലുമൊക്കെ പങ്കെടുക്കുകയും ഈ നടിക്കെതിരായിട്ട് കൂടുതൽ വഷളായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. അതേ തുടർന്ന് നടി പോലീസിൽ പരാതി കൊടുക്കും. അദ്ദേഹം മുൻകൂർ ജാമ്യാപേക്ഷയുമായിട്ട് കോടതിയിലേക്ക് പോയിരിക്കുകയാണ്. കോടതി ജാമ്യം കൊടുക്കുകയോ കൊടുക്കില്ല എന്ന് പറയാൻ ഞാനാണല്ല. പക്ഷേ ഇതുപോലെയൊക്കെയുള്ള ആഭാസന്മാരെ പിന്തുണയ്ക്കുന്ന മറ്റ് ആഭാസന്മാരും ചേർന്നാണ് നമ്മുടെ പൊതുസമൂഹം എന്നുള്ളതാണ് ഈ 21-ാം നൂറ്റാണ്ടിൽ, അതും 2025-ാം നൂറ്റാണ്ടിൽ നമ്മളെ വ്യാകുലപ്പെടുത്തേണ്ടുന്ന ഒരു പ്രശ്നം.